ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവവചനം കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുഗ്രഹപ്രദമായ ജീവിതശൈലിയും അതുതന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ ദുർഗതിയെക്കുറിച്ചാണ് ഈശോ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുത്താൽ ഒരിക്കലെങ്കിലും ധ്യാനം കൂടാത്ത ഒരാളും നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എല്ലായിടത്തും എന്നും ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ജാഗരണ പ്രാർത്ഥനകൾ, ഏകദിന പ്രാർത്ഥനകൾ, കൗൺസിലിങ്, കുമ്പസാരം, ഇടവക ധ്യാനങ്ങൾ, ശുശ്രൂഷകൾ, ഇങ്ങനെ നിരവധിയായ ശുശ്രൂഷകൾ നമ്മുടെ കേരളം മുഴുവനും നടക്കുന്നുണ്ട്. എല്ലാ ശുശ്രൂഷയിലും ഇഷ്ടംപോലെ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും വചനം കേട്ടവരിൽ ആരും തന്നെ വചനത്തിൽ 100% വിശ്വസ്തയോടെ ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വളർച്ച നമ്മുടെ ഒന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. വചനം കേട്ട അനേകരുണ്ട്, പക്ഷേ വചനത്തിൽ ജീവിക്കാൻ എന്തുകൊണ്ടായിരിക്കാം വചനം കേട്ടവർക്ക് വചനത്തിൽ ജീവിക്കാൻ പറ്റാതെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർ ദൈവവചനത്തിൽ പരാജയപ്പെടുന്നത്? ആദിമക്രിസ്ത്യാനികളുടെ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ശുശ്രൂഷകൾ ഇന്ന് കൂടുതലുണ്ട്. പക്ഷേ അതിൻ്റെ 10-1 ചൈതന്യം പോലും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം നമ്മോട് പറയുന്നത്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ ഗതി. രാജ്യത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്ന 4 തരം ആൾക്കാരെയാണ് വിതക്കാരൻ്റെ ഉപമയിൽ ഈശോ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്താണ്. അതുപോലെയാണ്, കാരണം അത് അവനിൽ മനസ്സിലാകാതെ കിടക്കുകയാണ്. എന്തോ ഒരു മരവിപ്പ്, മാനസാന്തരം അവനിൽ വരുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? പാപത്തിൻ്റെ ജീവിതവും പുണ്യത്തിൻ്റെ ജീവിതവും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ നമുക്കിന്ന് അറിയാം. കാരണം വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്, അതിൻ്റെ പ്രത്യേകത അതവിടെ ഒന്നും ചെയ്തില്ല. കുറച്ചു നേരം ആ വിത്ത് അവിടെ വീണവിടെ കിടന്നു എന്ന് മാത്രം. അപ്പം ഒരു മരവിപ്പിൻ്റെ അവസ്ഥയിൽ ഒരു മനുഷ്യന് പോലും മാനസാന്തരം വരാതെ പാപത്തിൻ്റെ ജീവിതവും പുണ്യത്തിൻ്റെ ജീവിതവും അഡ്ജസ്റ്റ് ചെയ്ത് ദൈവമക്കളൊക്കെ ഇന്ന് അങ്ങ് ആഘോഷമായിട്ട് ജീവിക്കുകയാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിൽ ഇന്ന് വചനം കേൾക്കുകയും വചന ശുശ്രൂഷകൾ നടക്കുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൻ്റെയോ
വചനത്തിൽ ജീവിക്കുന്നതിൻ്റെയോ ഒരു പ്രത്യേകതയും ഒരു ഫലവും നമ്മുടെ ദേശത്ത് കാണുന്നില്ല. ദൈവവചനം കേട്ടവരെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ വ്യത്യാസം വരുമായിരുന്നു. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ നിശ്ചയമായും ഉണ്ടാകുമായിരുന്നു. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ പ്രത്യേകത അതൊരു അവഗണനയാണ്, ഒരു തിരസ്കരണമാണ്. നടന്ന വഴി ഉറച്ചതായി കാണുന്നു. വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടി വയലിലെ മണ്ണ് മുഴുവനും കൃഷിക്കാരൻ ഇളക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നടുവിലൂടെ ഒരു വഴി, ആ വഴി മനുഷ്യർ നടന്ന് നല്ലതായിട്ട് ഉറച്ചു. അവിടെ വീണ വിത്ത് പക്ഷിക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാം. പക്ഷിക്ക് വന്ന് ഒന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോവുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ് കാണുകയാണ്. ഉറച്ച നിലത്ത് തെളിഞ്ഞ് കിടപ്പുണ്ട് വിത്തുകൾ ഓരോന്നും. അതെല്ലാം പക്ഷി വളരെ വേഗം വന്ന് കൊത്തി തിന്ന് പക്ഷി കടന്നു പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് അത് അവിടെ ഒരിക്കലും മുളയ്ക്കുകയില്ല, അത് ഫലം ചൂടുകയും ഇല്ല. വചനം കേട്ടിട്ട് മനസ്സിലാകാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമവും നടത്താതിരിക്കുന്ന, ഉള്ളിൽ കിട്ടിയ വചനം അത് ശ്രദ്ധിക്കാതെ അലസനായി ജീവിക്കുന്നു. വചനം അവന് കിട്ടി എങ്കിലും വചനം അവന് മനസ്സിലാകുന്നില്ല. അതങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല, അത് മുളയ്ക്കുന്നില്ല, മുളയ്ക്കാൻ പക്ഷി അനുവദിക്കുന്നും ഇല്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതിന് മുളച്ചു വരുവണം എന്ന്, ഈ വീണ വിത്ത് മുളച്ചു വരുവാൻ ഞാൻ എന്ത് പ്രയത്നം നടത്തുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ അവഗണിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് പക്ഷി വന്ന് അത് കൊത്തിയെടുത്ത് പറന്നു കളയുന്നു. പിശാചാണ് ഈ പക്ഷിയുടെ സ്ഥാനത്ത്. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കുവാൻ പിശാച് അങ്ങേയറ്റ ശ്രദ്ധാലുവാണ്. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കുട്ടികളെ നിർബന്ധിക്കണം. നിയമമാണ് എല്ലാ സൺഡേ സ്കൂളിലെ കുട്ടികളെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വിശുദ്ധ കുർബാന ഞായറാഴ്ച മുടക്കിയാലും ട്യൂഷന് പോകുന്നതിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞായറാഴ്ച ആചരണവും സൺഡേ സ്കൂളും ഒക്കെ മാറ്റിവെച്ചാലും ട്യൂഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞായറാഴ്ച ആചരണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാണ്. കർത്താവ് 6 ദിവസം ജോലി ചെയ്തു, 7-ാമത്തെ ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സാബതാചരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ സൺഡേ സ്കൂളിൽ നമ്മുടെ പരീക്ഷ നടത്തിയാൽ സൺഡേ സ്കൂളിലെ പാഠങ്ങൾ പഠിക്കണമെന്ന് കുട്ടികൾക്ക് വലിയൊരു നിർബന്ധമൊന്നുമില്ല. സ്കൂളിൽ A+ കിട്ടും, വേദപാഠത്തിന് ജസ്റ്റ് പാസ് അല്ലെങ്കിൽ തോറ്റവന് വേണ്ടി നമ്മൾ വീണ്ടും പരീക്ഷ നടത്തും. എന്നിട്ട് ഉന്തിത്തള്ളി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടും. ഒരു പെൺകുട്ടി ഒരിക്കൽ എന്നോട് ചോദിച്ചു, അച്ഛാ, സ്കൂളിലെ വിഷയങ്ങളൊക്കെ പഠിച്ചാൽ മാർക്ക് കിട്ടും, ജയിച്ചാൽ ജോലി കിട്ടും, വേദപാഠം പഠിച്ചിട്ട് എന്ത് കിട്ടും? വേദപാഠം പഠിച്ചാൽ എന്ത് കിട്ടും? സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അറിഞ്ഞാൽ എന്ത് കിട്ടും? വേദപാഠം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, സഭയെ പരിചയപ്പെടുത്തുക. ഇതാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. ഈ ക്രിസ്തുവിനെ കിട്ടിയിട്ട് ഞങ്ങൾക്കെന്ത് കാര്യം? അതാണ് അവർ ചോദിക്കുന്നത്. ഈ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്താണ് കാര്യം? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളികേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു,
എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വചനം കേൾക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ യെശയ്യാ പ്രവാചകൻ തൻ്റെ 65-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കാത്ത മനുഷ്യന് വരുന്ന അവസ്ഥ. കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും. അതിൻ്റെ കാരണം എന്താണ്? കാരണം പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ, ദൈവമാണ് വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിലോ സംസാരിക്കുന്ന ആളിന് സംസാരിക്കാൻ തോന്നുമോ? എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു, അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ നാശത്തിന് കാരണം. കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിടവരും എന്ന് ദൈവം പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അത് വഴികരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ പക്ഷി ഇഷ്ടം പോലെ കൊത്തിക്കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കുന്നതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതായിട്ട് വരും. ഹൃദയത്തിൽ പതിക്കുന്ന വചനം സാത്താനാകുന്ന പക്ഷികൾ കൊത്തിക്കൊണ്ട് പോവുകയാണ്. ഈ പക്ഷി എന്തുകൊണ്ട് ഇത് കൊത്തിക്കൊണ്ടു പോകുന്നു? ശ്രദ്ധയില്ലാതെ കിടക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് പിശാച്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ധ്യാനത്തിൽ പങ്കെടുത്ത് വരുന്ന ഒരു വ്യക്തി 5 ദിവസം നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ വരും. പക്ഷെ അവൻ ഓർക്കണം, അവനെ കാത്തിരിക്കുന്നത് ഒരു പീഡനത്തിൻ്റെ ലോകമാണ്. അവൻ ധ്യാനം കൂടി പഴയ ജീവിത സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് വചനം കേട്ടിട്ട് അവൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇടവകയിൽ അവൻ്റെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. തിന്മ അതവിടെ സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ ഈ വഴി ശരിയല്ല എന്ന് പറയാൻ തക്ക വിധം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി ഉപേക്ഷിക്കാൻ അവനെ നിർബന്ധിക്കുന്ന വിധത്തിൽ അവിടെ എന്തെങ്കിലും അസ്വസ്ഥതകൾ, തിന്മയുടെ ശക്തി ശ്രദ്ധിക്കും. പണ്ട് ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ, എൻ്റെ സിസ്റ്റർ ഇന്ന ഒരു സ്ഥലത്തു നിന്ന് വന്നപ്പോൾ എനിക്കൊരു നല്ല വെന്തികം കൊണ്ട് തന്നു. ഞാനത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വെഞ്ചരിച്ച് ഞാനത് കഴുത്തേലിട്ടു. എൻ്റെ അമ്മോ, അത് കഴുത്തേലിട്ട ദിവസം മുതൽ അന്ന് മുതൽ ഭയങ്കര പേടിയായിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അത് ഊരി ദൂരക്കളഞ്ഞു. അവനങ്ങനെ സമാധാനം നേടി. ഇത് ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന ഒരു ദുരന്തമാണ്. അവൻ അതിന് കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ അനുഭവം ധാരാളം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. നമ്മൾ കൂടുതലായി പ്രാർത്ഥിച്ചു തുടങ്ങിയോ, അന്ന് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും സഹനങ്ങളും എത്തിത്തുടങ്ങും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ ധ്യാനമൊക്കെ കൂടി വിശുദ്ധമായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വന്നു കഴിയുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെ പിന്നാലെ പോയി അവൻ തനിക്ക് കിട്ടിയ അനുഭവം സാത്താൻ എടുത്തു മാറ്റാൻ അനുവദിക്കുകയാണ്. അതാണ് യാക്കോബ് ശ്ലീഹ നമ്മോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്. യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് ഇല്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാൻ നീ അത്യുത്സാഹപൂർവം ആഗ്രഹിക്കുന്നെങ്കിൽ അന്യായ മാർഗം
അവലംബിച്ചില്ലെങ്കിൽ തന്നെയും നീ അത്യാഗ്രഹിയാണ്. നിനക്കില്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാൻ നീ അത്യുത്സാഹപൂർവം ആഗ്രഹിക്കുന്നു എങ്കിൽ, അന്യായ മാർഗം നീ അവലംബിച്ചില്ലെങ്കിൽ തന്നെയും നീ അത്യാഗ്രഹിയാണ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടാവും. ദ്രവ്യാഗ്രഹത്തിൻ്റെ തെളിവ് അതിൻ്റെ നഷ്ടത്തിന്മേലുള്ള നിൻ്റെ ദുഃഖമാണ്. ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദ്രവ്യാഗ്രഹത്തിൻ്റെ തെളിവ് അതിൻ്റെ നഷ്ടത്തിന്മേലുള്ള നിൻ്റെ ദുഃഖമാണ്. നഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെടട്ടെ, ദൈവം എനിക്ക് ആവശ്യമായത് തരും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണം, ഈശോ അടുത്ത് പറയുന്ന മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത്, അത് മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ വഴിയിലൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വചനം ഞാൻ സ്വീകരിച്ചു, പൊട്ടിമുളച്ചു, ഇലയായി, കതിരായി. ഇങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ സമ്പത്തിനു വേണ്ടിയും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയും ഉള്ള എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ വചനത്തെ മുള്ളുകൾക്കിടയിൽ ഞെരുക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അവിടെ ഫലശൂന്യമാവും. പാറപ്പുറത്ത് വീണ വിത്തുകളുണ്ട്, വളരെ പെട്ടെന്ന് മുളച്ചു പൊങ്ങും. പക്ഷേ വേരില്ലാത്തതിനാൽ എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് പ്രതിസന്ധികൾ അനുഭവപ്പെടും, എനിക്ക് ദുഃഖങ്ങൾ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഉപേക്ഷിക്കും. വെന്തിങ്ങ മൂരി എറിഞ്ഞ മനുഷ്യനെ പോലെ ഞാനത് ഉപേക്ഷിച്ചു പോകും സുഖകരമായ ജീവിതത്തിന് വേണ്ടിയിട്ട്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ പങ്കുവെച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ധ്യാനം കൂടി ഈശോയെ അനുഭവിച്ചറിഞ്ഞു. ഈശോയെ അനുഭവിച്ചറിഞ്ഞ അവന് തനിക്ക് കിട്ടിയ ആ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം എന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവന് കിട്ടിയ വചനം അതവിടെ മുളച്ചു പൊങ്ങി അത് ഫലം ചൂടി വരികയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം. പക്ഷേ അവൻ്റെ കുടുംബം പുലർത്താനുള്ള ഏക മാർഗമാണ് ആ ഓട്ടോറിക്ഷ. അവന് ആ ഓട്ടോറിക്ഷ ഈശോയുടെ ഒരു സമ്മാനമായിട്ട് അവൻ കണ്ടു. അവൻ നന്ദി പറഞ്ഞ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഈശോയുടെ ഒരു രൂപവും ഒരു തിരുവചനവും അവൻ ഓട്ടോറിക്ഷയിൽ പ്രതിഷ്ഠിച്ചു. ഓട്ടോറിക്ഷയിൽ വെച്ചുകൊണ്ടിരുന്ന സിനിമാ ഗാനങ്ങൾ മുഴുവനും അവൻ മാറ്റി പകരം സ്തുതിഗീതങ്ങൾ, ഭക്തിഗാനങ്ങൾ അവൻ അവിടെ പ്രതിഷ്ഠിച്ചു. ആര് ഓട്ടോറിക്ഷയിൽ കയറിയാലും ഓട്ടോറിക്ഷയിൽ കയറുന്നവരെ സമർപ്പിച്ച് ആദ്യമേ അവൻ പ്രാർത്ഥിക്കും. നിശബ്ദമായി അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം അവർക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ, ഇവരെ സ്വർഗത്തിലെത്തിക്കണമേ. ഇതാണ് ഇത്രയുള്ള അവൻ്റെ പ്രാർത്ഥന. എന്നിട്ട് അതിനുശേഷം അവരെ സമർപ്പിച്ച് അവൻ സ്തുതിച്ചുകൊണ്ട് യാത്ര തീരുന്നത് വരെ പോകും. അങ്ങനെ അവൻ്റെ വാഹനം ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പൽ പോലെയായി തീർന്നു. നമ്മുടെ മുറി, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ഭവനം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടം, നമ്മുടെ ജീവിത പരിസരം മേഖലകൾ മുഴുവനും ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനാ ചാപ്പലുകളായിട്ട്, പ്രാർത്ഥനാ മുറികളായിട്ട്, ദേവാലയങ്ങളായിട്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ സഞ്ചരിക്കുന്ന സക്രാരി എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിളിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതുപോലെ സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് തീരാനായിട്ട് സാധിക്കും. വചനം സ്വീകരിച്ച ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അവൻ വചനത്തിൽ ജീവിക്കുകയാണ്. വചനം അവനിൽ പൊട്ടിമുളച്ചു, ഇലയായി, കതിരായി, അത് ഫലം ചൂടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ വചനം നന്നായി സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ സംഭവമാണ്. ഇനി ഒരു നേഴ്സ് ഈശോയെ കണ്ടുമുട്ടിയ സംഭവം ഒരിക്കൽ പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. ഓരോ രോഗിയെ കാണുമ്പോഴും മുറിവേറ്റ ഈശോയെയാണ് അവൾ കാണുക.
വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അതോടുകൂടി ആ രോഗിയോട് ഒരു അതിസ്വാഭാവിക സ്നേഹം നിറയുകയാണ്. ഈശോയ്ക്കെന്ന പോലെ ആ രോഗിയെ ശുശ്രൂഷിക്കുകയാണ്. അനുകൂലമായ ഒരു സാഹചര്യം അവൾക്ക് കിട്ടിയാൽ അപ്പോൾ ഈശോയെക്കുറിച്ച് സംസാരിക്കും, പ്രാർത്ഥിക്കാം എന്ന് പറയും. അതിന് പറ്റുമെങ്കിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ ആ മനുഷ്യന് ഈശോയെ പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ആ നഴ്സിന് സാധിക്കും. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ വചന ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവമാണ്. വിശ്രമം ജീവിതം നയിക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലത്ത് അദ്ദേഹം പഠിപ്പിച്ച 15ഓളം പേര് വൈദികരായി, ഏതാണ്ട് 50ഓളം പേര് സിസ്റ്റേഴ്സായി. എന്താണ് അതിൻ്റെ കാര്യം? അദ്ദേഹം പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയെയും പേരെഴുതി വെച്ച് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്വന്തം മക്കളെ പോലെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനം കൊടുത്തു. ദുസ്വഭാവമുള്ള കുഞ്ഞുങ്ങൾക്കായി പരിത്യാഗം ചെയ്ത് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം ഇന്ന് വലിയൊരു ആത്മസംതൃപ്തിയുടെ നിറവിലാണ്. കാരണം വചനം അദ്ദേഹത്തിൽ പൊട്ടിമുളച്ച് ഫലം ചൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും എവിടെ ജീവിച്ചാലും ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിച്ചാലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാണ്ട് രോഗികളായി കിടക്കുന്നവർ പോലും പ്രാർത്ഥിച്ച് അവരൊത്തിരിയേറെ വിശുദ്ധിയിലേക്ക് വളരുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലുണ്ടായ സംഭവം നമുക്ക് നോക്കാം. നിയമനം അദ്ദേഹത്തിന് ലഭിച്ച ഇടവക യാത്രാ സൗകര്യം തീരെ ഇല്ലാത്ത ഒരു ഇടവക. നടന്ന് വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ ഇടവകയിലെത്തുകയാണ്. അധികാരികളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു നിയമനമായിരുന്നു അത്. എങ്കിലും അദ്ദേഹം വളരെ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം ആർസ് എന്ന് പറയുന്ന ഇടവകയിലെത്തി. അദ്ദേഹം വഴിയിൽ കണ്ടൊരു ബാലനോട് പറഞ്ഞു, മോനെ, ആർസിലേക്കുള്ള വഴി കാണിച്ചു തരിക, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞ് ഒരു ബാലൻ്റെ കൂടെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ അസൗകര്യങ്ങൾ നിറഞ്ഞ പള്ളിയിൽ കയറി അദ്ദേഹം ഈശോയോട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ നിനക്ക് ഇവിടെ താമസിക്കാമെങ്കിൽ ഈ ജോണിനും ഇവിടെ താമസിക്കാം. ഒരു മുറിയോ നല്ല മുറിയോ കട്ടിലോ ഇല്ല, എങ്കിലും ആത്മാക്കളെ നേടാൻ ഈ ഇല്ലായ്മകൾ സഹായകമാണെന്ന് അദ്ദേഹം കണ്ടു. ദിവ്യകാരുണ്യ സന്നിധിയിലും കുമ്പസാരക്കൂട്ടിലുമായിട്ട് മണിക്കൂറുകൾ അദ്ദേഹം ചിലവഴിച്ചു. എല്ലാവരും അകന്നു കഴിഞ്ഞപ്പോൾ ഈശോ വളരെ അടുത്തായതുപോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആർസിൽ തെളിഞ്ഞ ആ പൊൻതാരകം ആഗോള സഭയിലെ വൈദികരുടെ മധ്യസ്ഥനായി ഇന്ന് പ്രശോഭിക്കുകയാണ്. അൾത്താരയിൽ ദിവ്യബലിക്കായി അണയുമ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അദ്ദേഹം ഒരു ദിവ്യമന്ത്രം നമുക്ക് പറഞ്ഞു തന്നു. ഇത് എൻ്റെ ആദ്യത്തെ ബലി പോലെ, ഇത് എൻ്റെ അവസാനത്തെ ബലി പോലെ, ഇത് എൻ്റെ ഏക ബലി പോലെ. ബലി ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു ഈ ജോൺ മരിയ വിയാനിയുടെ ജീവിതം. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തായിട്ട് അത് തീർന്നില്ല. 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം വിളയിച്ച ഒരു വിത്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പതിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ അതേത് സാഹചര്യമായിരുന്നാലും കർത്താവിനോടുകൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള വഴി കർത്താവ് തന്നെ നമുക്ക് തുറന്നു തരും. വചനത്തെ നമ്മൾ മാനിക്കണം എന്ന് മാത്രം. കേൾക്കുന്ന വചനത്തിൽ ജീവിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായ ഒരു ആഗ്രഹം വേണം. അപ്പോൾ നമുക്ക് അതിനുള്ള കൃപ കർത്താവ് തരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങ് വിധക്കാരൻ്റെ ഉപമ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതു ഞങ്ങൾ ധ്യാനിച്ചു. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനം എത്ര സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി സ്വീകരിച്ചുവോ അതുപോലെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അമ്മ ഒരുക്കി തരണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.